ഇന്നിപ്പോൾ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ മറുപടി നൽകാൻ പോകുന്നു CPM. അതെവിടെയാണ്? അത് ചന്തക്കുന്നിൽ തന്നെയാണ്. ചന്തക്കുന്ന് എന്താണ്? ചന്തക്കുന്ന് പി വി അൻവർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിസ്തീർണ യോഗം നടത്തിയ ആൾ കൂടിയ സ്ഥലമാണ്. 500 പേരെന്നൊക്കെ പറഞ്ഞു 1000-ഓളം ആളുകൾ അവിടെ വന്നു. അപ്പോൾ CPM-ന് ഇന്ന് അതേ സ്ഥലത്ത് അവിടെ തന്നെ മറുപടി പറയുകയാണ്. KT ജലീൽ അടക്കമുള്ളവർ ആ വേദിയിലുണ്ട്. A. വിജയരാഘവനുണ്ട്, TK ഹംസയുണ്ട്, അങ്ങനെ സൈനബ ടീച്ചറുണ്ട്. അങ്ങനെ കുറേ അധികം ആളുകൾ അവിടെ വന്നുകൊണ്ട് പി വി അൻവർ മറുപടി നൽകാൻ പോകുന്നു. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ ഈ പറഞ്ഞ DMK അഥവാ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള (ഫോർ സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്) എന്ന് പറയുന്ന ഈ പറഞ്ഞ കൂട്ടായ്മ ഉണ്ടാക്കി ശക്തി തെളിയിച്ച പി വി അൻവർ എന്ത് മറുപടി ഇന്ന് CPM നൽകും എന്ന കാര്യം ശ്രദ്ധേയമാണ്. അതിന് അൻവറിന് മറുപടി എന്ത്? അങ്ങനെ ഈ മലപ്പുറം വീണ്ടും ഒരിക്കൽ കൂടി രാഷ്ട്രീയമായി ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, അന്ന് പി വി അൻവർ ഈ സമ്മേളനം നടത്തിയ അതേ സ്ഥലത്ത് തന്നെയാണോ CPM-ന്റെ പരിപാടി? അൻവറിനുള്ള മറുപടിയല്ലേ ലക്ഷ്യം? സമീർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. CPM-മായും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായൊക്കെ പി വി അൻവർ ഏറ്റുമുട്ടൽ തുടങ്ങിയതിനു ശേഷമുള്ള CPIM-ന്റെ ആദ്യ രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് ഇന്ന് നിലമ്പൂരിൽ നടക്കുന്നത്. പി വി അൻവർ ആദ്യം പൊതുയോഗം വിളിച്ച അതേ ചന്തക്കുന്ന് തന്നെയാണ് CPIM-ഉം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. വഞ്ചകനോട് സഖാവ് കുഞ്ഞാലിയുടെ നാട് പ്രതികരിക്കുന്നു എന്നുള്ള ടൈറ്റിലാണ് CPIM രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. KT ജലീൽ, TK ഹംസ, PK സൈനബ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കാനാണ് CPM ശ്രമിക്കുന്നത്. പി വി അൻവർ ഇതുവരെ നടത്തിയ എല്ലാവിധ പരിപാടികളും ഒക്കെ തന്നെ ജനകീയ പങ്കാളിത്തം കൊണ്ട് വൻ വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ CPIM-ന്റെ ഈ വിശദീകരണ യോഗത്തിലേക്കും വലിയൊരു ജനപങ്കാളിത്തം പങ്കെടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ പാർട്ടി ഉള്ളത്. അതിനുള്ള നെട്ടോട്ടമാണ് പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താഴെ തട്ടിലേക്ക് അടക്കം ജനങ്ങളെ അണിനിരത്താനുള്ള നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഒരു ജനസഞ്ചയത്തെ അണിനിരത്തിക്കൊണ്ട് രാഷ്ട്രീയ വിശദീകരണ യോഗം നൽകുക അല്ലെങ്കിൽ രാഷ്ട്രീയ മറുപടി നൽകുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് CPIM ഇന്ന് എത്തിയിരിക്കുന്നത്. ഏതായാലും പ്രധാനമായും ADGP-യെ മാറ്റിയ നടപടി അല്ലെങ്കിൽ MR അജിത്കുമാറിനെ മാറ്റിയ നടപടി ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും CPM പി വി അൻവറെ പ്രതിരോധിക്കുക. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അടക്കം പി വി അൻവർ പ്രതിരോധത്തിലാക്കിയിരുന്നു. അത് KT ജലീൽ ഉൾപ്പെടെയുള്ളവർ അണിനിരത്തിക്കൊണ്ട് KT ജലീൽ ഉൾപ്പെടെയുള്ളവരായിരിക്കും ഇതിന് മറുപടി പറയുക. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള മറുപടി നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് CPM രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വൈകുന്നേരം 6 മണിക്ക് ചന്തക്കുന്നിലാണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പി വി അൻവർ പുതിയ പാർട്ടി അല്ലെങ്കിൽ പുതിയ കൂട്ടായ്മ രൂപീകരിച്ചതിനു ശേഷം നാളെയായിരിക്കും നിയമസഭയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്ന് വൈകുന്നേരം അദ്ദേഹം ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്യും. ഏതായാലും ഇന്നലെയും ഈ പാർട്ടി രൂപീകരണ യോഗത്തിലും അദ്ദേഹം വളരെ രൂക്ഷമായി തന്നെ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ADGP ആയിരുന്ന MR അജിത്കുമാറിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതേ ദിവസം തന്നെ MR അജിത്കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ പി വി അൻവർ സംതൃപ്തനാണെന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് അറിയേണ്ടതുണ്ട്. ഇന്ന് രാവിലെ 8:30 പി വി അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഹാഷ്മി. ഓക്കെ സമീർ, ഓക്കെ. അപ്പോൾ പി വി അൻവറിന് CPM-ന്റെ മറുപടി എന്താണ്? KT ജലീൽ ഒരു ഘട്ടത്തിൽ അൻവറിനൊപ്പമാണോ എന്ന സംശയമുണ്ടായിരുന്നു. അൻവറിന്റെ ഇനി ആരോടും പ്രതിബദ്ധതയില്ല, CPM-നോടും മുഖ്യമന്ത്രിയോടൊന്നും പ്രതിബദ്ധതയില്ല എന്ന KT ജലീലിന്റെ ചില പ്രതികരണങ്ങൾ അങ്ങനെ സൂചിപ്പിച്ചു. അങ്ങനെയല്ല, അൻവറിനെതിരെയാണ് KT ജലീലും. അൻവറിനെതിരെ CPM നൽകുന്ന മറുപടിയിൽ KT ജലീലും ഇന്ന് ആ വേദിയിലുണ്ട്. നമുക്ക് എന്ത് പറയാൻ നോക്കാം.